കാർഡിയോളജി വിഭാഗമില്ലാത്ത കേരളത്തിലെ മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ ലഭിക്കാതെ മരിക്കുന്നവരുടെ എണ്ണം ഇടുക്കിയിൽ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ചികിത്സ ലഭിക്കാതെ 100-ലധികം പേർ മരിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചികിത്സ കിട്ടാതെ ഏറ്റവും ഒടുവിൽ ജീവൻ നഷ്ടപ്പെട്ടത് ആശുപത്രിയിലെ തന്നെ ഒരു ജീവനക്കാരന്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ആശുപത്രിയിലെ ജീവനക്കാരനും തിരുവനന്തപുരം സ്വദേശിയുമായ ബിനു പനിയെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. മരുന്ന് വാങ്ങി വീട്ടിലെത്തിയ പിന്നാലെ ബിനുവിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച ബിനുവിന് ചികിത്സ നൽകുന്നതിനിടെയാണ് മരിച്ചത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തുന്നവരെ കോട്ടയം, എറണാകുളം മെഡിക്കൽ കോളേജുകളിലേക്ക് റെഫർ ചെയ്യുകയാണ് പതിവ്. ഇത്തരത്തിൽ റെഫർ ചെയ്ത ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ നിരവധി രോഗികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. കാർഡിയോളജി വിഭാഗത്തിൽ 2 ഡോക്ടർമാരുടെ പോസ്റ്റുകളാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലുള്ളത്. എന്നാൽ ഇതുവരെയും ഈ പോസ്റ്റുകളിൽ നിയമനം നടന്നിട്ടില്ല. കാർഡിയോളജി, ICU, കാത്ത് ലാബ്, OP എന്നിവ ഇപ്പോഴും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു. ആരോഗ്യവകുപ്പ് വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. അതേസമയം മെഡിക്കൽ കോളേജുകളിലെ സമ്പൂർണ്ണ പരിഷ്കാരം സംബന്ധിച്ച ആരോഗ്യവകുപ്പ് സർക്കുലർ പുറത്തിറക്കി. ഡോക്ടറെ വീണ്ടും കാണാതെ 6 മാസം വരെ ഫാർമസിക്ക് മരുന്ന് നൽകാം എന്നാണ് സർക്കുലറിൽ പറയുന്നത്. 1 മാസത്തേക്കുള്ള മരുന്ന് ഒറ്റ തവണയായി നൽകാം. OP സമയം കഴിഞ്ഞാലും ടോക്കൺ എടുത്ത എല്ലാ രോഗികളെയും പരിശോധിക്കണം. ഗുരുതര പരിക്കേറ്റവർക്ക് 5 മിനിറ്റിനുള്ളിൽ ചികിത്സ ലഭ്യമാക്കണം. എല്ലാ കിടപ്പ് രോഗികൾക്കും വെവ്വേറെ കട്ടിൽ, മെത്ത, തലയണ എന്നിവ ഉറപ്പാക്കണം. OP, ഫാർമസി, ലാബ്, സ്കാനിംഗ് കേന്ദ്രങ്ങളിൽ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകം ക്യൂ അനുവദിക്കണം. രോഗികളോടും കൂട്ടിരിപ്പുകാരോടും മാന്യമായി പെരുമാറണം. എല്ലാ സേവന കൗണ്ടറുകളിലും പരാതി രജിസ്റ്റർ നിർബന്ധം. ശുചിമുറികൾ ഓരോ മണിക്കൂറിലും വൃത്തിയാക്കണം. രോഗികളെ സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കണം. ഈ നിർദ്ദേശങ്ങളെല്ലാം 100 ദിവസത്തിനകം നടപ്പിലാക്കണമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ആരോഗ്യരംഗത്ത് ഏറെ പരിഷ്കാരങ്ങളും മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ആലോചനകളും നടപടികളും ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്നതിനോടൊപ്പം ഒരുപാട് ജനങ്ങൾ ആശ്രയിക്കുന്ന ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രി പോലുള്ളവയുടെ ആവശ്യങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടി സർക്കാർ പരിഗണിക്കേണ്ടതാണ്.